വനിതകളൊക്കെ 24-ന്റെ ഈ മിഡ് നൈറ്റ് റൺ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ സാക്ഷ്യമാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന സ്ത്രീകളുടെ പങ്കാളിത്തം. അവരിങ്ങനെ ചൂടുവെച്ചും പാട്ടുപാടിയും ഒക്കെ ആവേശത്തിലാണ്. ഇത് അമൃതയ്ക്കൊപ്പം അങ്ങേയറ്റം തിളച്ചു മറിയുന്ന ഒരു കൊച്ചിയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അവരവരുടെ കരുത്ത് തെളിയിക്കാൻ ഇനി മാരത്തൺ ട്രാക്കിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ്. 8:30 തന്നെ ഇനി സുംബ അടക്കമുള്ള സെഷനുകളുണ്ട്. അടുത്തത് ഇനി പോകുന്നത് ലിഡിയ ജേക്കബിലേക്കാണ്. ലിഡിയ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടേക്ക് ഈ മാരത്തണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർ എത്തിക്കഴിഞ്ഞു എന്നാണ് മുമ്പ് ലിഡിയ പറഞ്ഞത്. ഏതാണ്ട് രജിസ്ട്രേഷനൊക്കെ പൂർത്തിയായോ? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം എത്ര പേർ ഇന്ന് ഈ കൂട്ടയോട്ടത്തിന്റെ ഈ ആവേശ ഓട്ടത്തിന്റെ ഭാഗമാകും? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 എഡിഷന് ശേഷം 4ാം എഡിഷൻ, 3 വിജയകരമായിട്ടുള്ള എഡിഷന് ശേഷം 4ാമത്തെ എഡിഷൻ വളരെ ആവേശപൂർവ്വം തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏകദേശം 2000-ലധികം പേർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലധികം ആളുകൾ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അതിലധികം ആളുകൾ ഇവരുടെ കൂടെ വന്ന നിരവധി ആളുകളുണ്ട്. അത്തരത്തിൽ ദർബാർ ഹാൾ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞ് ആളുകളാണ് എന്നുള്ളതാണ്. അതാ എനിക്ക് പിന്നിൽ സംഗീത സന്ധ്യ നടക്കുകയാണ്. അമൃത സുരേഷിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള കലാപരിപാടികളും മറ്റ് പരിപാടികളും നടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ മാരത്തോൺ ആരംഭിക്കും. അതിന്റെ ആവേശത്തിലാണ്. കേവലം ഒരു ഓട്ടം എന്നതിനപ്പുറം സ്ത്രീകളുടെ ഒരു വലിയ സാമൂഹിക മുന്നേറ്റം, അതിലേക്കാണ്, ആ ഒരു പ്രതീക്ഷകളിലേക്കാണ് നമ്മൾ ചുവടുവെക്കുന്നത്. ആ ഒരു മുന്നേറ്റത്തിലേക്കാണ് നമ്മൾ ചുവടുവെക്കുന്നത് എന്നുള്ളതാണ്. ഈ ഗ്രൗണ്ടിൽ മുഴുവൻ നിറഞ്ഞ ആളുകളാണ് എന്നുള്ളതാണ്. ഒരു സൈഡിൽ ഈ സംഗീതത്തിനൊപ്പം നൃത്തം വയ്ക്കുന്ന ആളുകളുണ്ട്. അതിനിപ്പുറം ഓട്ടത്തിനായി തയ്യാറെടുക്കുന്ന, തങ്ങളുടെ എനർജി ഒന്നും വേസ്റ്റ് ചെയ്ത് കളയുന്നില്ല എന്ന് പറഞ്ഞ് സൈഡിൽ മാറിയിരുന്ന സംഗീതമൊക്കെ ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതിൽ വീട്ടമ്മമാരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, അവരുടെ കൂടെ വന്ന കൊച്ചുകുട്ടികളുണ്ട്, 15 വയസ്സ് മുതൽ ഉള്ള കുട്ടികളുണ്ട്. അത്തരത്തിൽ വലിയ ആവേശത്തോടെയാണ് പിങ്ക് മിഡ് നൈറ്റ് റണ്ണിനെ കൊച്ചി ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ചേച്ചി, ആവേശമാണ്. എവിടുന്നാ വരുന്നേ? പനമ്പള്ളി. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ? കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിരുന്ന ആദ്യമായിട്ടാണ് വരുന്നത്. എന്താ ഇങ്ങനെ പങ്കെടുക്കാന്നുള്ള ഒരു ഒന്ന് ഫ്രീ ആയ എല്ലാത്തിലോട്ടും വരാമെന്നുള്ളത്. ആഘോഷമാണ് ചേച്ചി, ആവേശമാണ്. ആവേശം. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളാണോ? ഫസ്റ്റ് എവിടുന്നാ വരുന്നേ? ഇവിടെ തന്നെ, അടുത്ത് തന്നെ. ഓടി ജയിക്കാനാണോ അതോ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ? ഓടി ജയിക്കണം. ഓടി ജയിക്കും ചേച്ചി. പങ്കെടുക്കണം. എന്താ പങ്കെടുക്കാം എന്നുള്ളത്? ജയിക്കണ്ടേ നമുക്ക്? പങ്കെടുക്കാം എന്നുള്ളൊരു തോന്നൽ എന്തുകൊണ്ടാ? ജയിക്കണ്ടേ നമുക്ക്? ജയിക്കണം. പക്ഷെ ഇതിലൊക്കെ പങ്കെടുക്കാന്ന് വെച്ചാൽ വലിയൊരു കാര്യമല്ലേ? തീർച്ചയായും സമ്മാനമല്ല, അതിനപ്പുറത്തേക്ക് പങ്കാളിത്തമാണ് പ്രധാനമെന്ന് തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്ന കൂടുതൽ വനിതകളും പറയുന്നത്. ഏതായാലും ഇപ്പോൾ അമൃത സുരേഷും ശ്യാം പ്രസാദും ചേർന്ന് അവിടെ തകർത്ത് പാടുകയാണ്. ആ തകർത്ത പാട്ടിനൊപ്പം തകർത്ത് ചൂടുവെക്കുന്ന ചേച്ചിമാർ, അങ്ങനെ ഒരുപാട് പേരുടെ പങ്കാളിത്തം. നമുക്കറിയാം, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുമ്പോൾ ഒരു സിഗ്നേച്ചർ ഇവന്റായി. കഴിഞ്ഞ 3 വർഷം അത് മനോഹരമായ സംഘടനത്തിലൂടെ 24 ഫ്ലവേഴ്സും ചേർന്ന് പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ സംഘടിപ്പിച്ചു. ഇതിപ്പോൾ 4ാമത്തെ എഡിഷനാണ്. അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വലിയ പങ്കാളിത്തം ഇത്തവണയുമുണ്ട്. ഇനി അമൃത പടിക്കലിലേക്കാണ്. അമൃത, പലരും വരുന്നത് ഇപ്പോൾ ഒരു നടത്തം പോലെ തന്നെ ഈ ഓട്ടം, ഒരു മാരത്തൺ ഓട്ടമൊക്കെ ഒരു റൊട്ടീൻ്റെ ഭാഗമാക്കിയ ആളുകളുണ്ട്, അതൊരു ശീലമാക്കിയവരുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ക്യൂരിയോസിറ്റിയിൽ ആദ്യമായി പങ്കെടുക്കാൻ വരുന്നവരുണ്ട്. പല സ്ഥാപനങ്ങളിൽ നിന്ന് ചില ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ എക്സസൈസ് കൂട്ടായ്മയിൽ നിന്നൊക്കെ അങ്ങനെ സംഘമായി തന്നെ ആളുകൾ എത്തുന്നുണ്ട് ഇന്നത്തെ മാരത്തൺ എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്ത് കഴിച്ചിട്ടാ വന്നേ? ആ സാധനം ഞങ്ങൾക്കും പറഞ്ഞു തരുമോ? സ്റ്റേജിൽ ഉപയോഗിക്കരുത്. പച്ചവെള്ളം ഇത് നമ്മുടെ സ്നേഹമാണല്ലേ? താങ്ക് യു കേട്ടോ. അപ്പൊ ഞാൻ പൊക്കോട്ടെ. വിമൻ പവർ. അപ്പൊ പോട്ടെ കേട്ടാ. ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് മാരത്തന്റെ 4ാം എഡിഷനാണ് അല്പസമയത്തിനകം കൊച്ചിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. വലിയ ജനപങ്കാളിത്തം, വലിയ സ്ത്രീ പങ്കാളിത്തം, അത് കഴിഞ്ഞ 3 എഡിഷനുകളും ശ്രദ്ധേയമാക്കിയതാണ്. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ സ്ത്രീകൾ കൂട്ടമായി എത്തുകയാണ് പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ ഭാഗമാകാൻ. 2000-ലധികം പേരുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴും രജിസ്ട്രേഷൻ തുടരുകയാണ്. അല്പസമയത്തിനകം ആ മിഡ് നൈറ്റ് റണ്ണിന്റെ ഓട്ടം ആരംഭിക്കും. വാശിയേറിയ ഓട്ടം, ഒപ്പം പങ്കാളിത്തം കൊണ്ട് തന്നെ ഒപ്പം ചേരുക, അല്ലെങ്കിൽ ഈ കരുത്തിനൊപ്പം
കുതിക്കുക എന്ന മനസ്സുമായി എത്തിയിരിക്കുന്ന സ്ത്രീകൾ അവർക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.